മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അഹന്തയോടെ ജീവിക്കാറ്. അഹന്തയുടെ ഫലമായിട്ട് പാപങ്ങൾ പെരുകാറുണ്ട്. ലോകത്തിൽ നന്മയും തിന്മയും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തിന്മയില്ലെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം നിയമങ്ങൾ, ദൈവം നൽകിയ നിയമങ്ങളുണ്ട്. രാഷ്ട്രത്തിന്റെയും രാജ്യത്തിന്റെയും ന്യായമായ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കൊല്ലരുത് എന്നുള്ള കൽപ്പനയുണ്ട്. അത് രാഷ്ട്രത്തിന്റെ നിയമമാണ്. മറ്റു മനുഷ്യരെ കൊല്ലാനായിട്ട് നമുക്ക് അവകാശമില്ല. കാരണം ജീവൻ ദൈവത്തിന്റെ ദാനമായതുകൊണ്ട് ജീവനെ നിലനിർത്താൻ വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ആശുപത്രികളൊക്കെ ചികിത്സിക്കുന്നു. രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടി ആശുപത്രികളെ ശരണം പ്രാപിക്കുന്നു, ചികിത്സ നടത്തുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-11 വചനങ്ങളില് നോഹ പെട്ടകം ഉണ്ടാക്കി. ഇതിന്റെ കാരണം ലോകത്തിൽ തിന്മ വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥകാരൻ നോഹയുടെ പെട്ടകത്തെ പറ്റി കണക്കാക്കുന്നത് ലോകത്ത് തിന്മ വർദ്ധിച്ചപ്പോൾ മനുഷ്യവംശത്തെ ശിക്ഷിച്ചു. അങ്ങനെയാണ് അമിതമായിട്ടുള്ള മഴ പെയ്ത് അമിത വൃഷ്ടിയുണ്ടായി. അങ്ങനെ ആളുകൾ, നിരവധി പേര് മരണപ്പെട്ടു. ഒത്തിരി ആളുകൾ മരണപ്പെട്ടു. രക്ഷിക്കപ്പെട്ടത് പെട്ടകം വഴിയാണ്. പെട്ടകം ഉണ്ടാക്കിയപ്പോഴും നോഹയെ വെല്ലുവിളിക്കുന്ന ആളുണ്ടായിരുന്നു. ഇവന് തലയ്ക്ക് സ്ഥിരതയില്ല, അതുകൊണ്ടാണ് പെട്ടകം ഉണ്ടാക്കുന്നത്. അതായത് ദൈവത്തിന് നൽകിയ അരുളപ്പാടനുസരിച്ച് പെട്ടകം നിർമ്മിച്ചു. നോഹ എന്ന് പറയുന്ന ഒരു നാടകം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായിരുന്നു. അമേരിക്കയില് ഇവിടെ ഒരു സ്ഥിരം നാടകവേദിയിലാണ്. ഓരോ ബൈബിൾ നാടകം 1-2 വർഷം അവിടെ സ്ഥിരമായിട്ടുണ്ടാകും. അതിന് 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതിൽ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അതിന്റെ ചിത്രീകരണമൊക്കെ. വെറും നാടകമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈ പെട്ടകത്തിലേക്ക് ബൈബിളിൽ വിശദീകരിക്കുന്നത് പോലെ മൃഗങ്ങളും മറ്റുമൊക്കെ ഈരണ്ടായിട്ട്, ആണും പെണ്ണുമായിട്ട്, ആന, ഒട്ടകം, ഇങ്ങനെ പല വിധത്തിലുള്ള മൃഗങ്ങൾ, പുലി, കടുവ, സിംഹം, പന്നി. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ജീവികളെയും, അതുപോലെ മൃഗങ്ങളെയും, അതുപോലെ ഇങ്ങനെയുള്ള എല്ലാത്തിനെയും കയറ്റി വിടുന്നത് ഇത് പ്രധാനപ്പെട്ടവരെ കാണിക്കുന്നുണ്ട്. ഒത്തിരി ജീവികളുള്ളതുകൊണ്ട് എല്ലാവരെയും കാണിക്കുന്ന, പ്രധാനമായിട്ടും പരിചയമുള്ളവളൊക്കെ ഇങ്ങനെ കയറിപ്പോകുന്നത് റിയലായിട്ട് നമുക്ക് തോന്നും. അതുപോലെ കയറിപ്പോകുന്നത് നോഹയുടെ നമ്മൾ ആ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം സാങ്കേതിക വിദ്യകളിലൂടെയാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നോഹയെയും പെട്ടകത്തിലായിരുന്ന ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി, വെള്ളം ഇറങ്ങി, അഗാധങ്ങളിലെ ഉറവകളെ നിൽക്കുകയും മഴ നിൽക്കുകയും ചെയ്തു. ഉറവകൾ നിലയ്ക്കുകയും മഴ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ ആ ശിക്ഷ വെള്ളമിറങ്ങിയപ്പോൾ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു യുഗത്തിന് ആരംഭം കൊടുക്കുകയാണ്. മനുഷ്യൻ നന്മയിൽ ജീവിക്കാൻ വേണ്ടിയാണ് പുതിയ യുഗം എന്ന് പറയുന്നത്. ലോകത്തിൽ ഒത്തിരി തിന്മകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കാരണം മനുഷ്യന് ഉണ്ടാക്കുന്ന തിന്മകളുണ്ട്. മനുഷ്യന് ദൈവം നൽകുന്ന ഒന്നാണ് സുബോധം എന്ന് പറയുന്നത്. അത് ചിന്താശക്തി. ഇപ്പോൾ ധാർമ്മിക നിയമങ്ങൾ, രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച്, ധാർമ്മിക നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുക, അതിന് മക്കളെ വഴിയൊരുക്കുന്നതാണ് മാതാപിതാക്കളുടെ ദൗത്യം. ആ കടമ നിർവഹിക്കുന്നതാണ് വിശ്വാസ പരിശീലനത്തിന്റെയും ഗുണം. അവര് നല്ല സഭയ്ക്കും നാടിനും വേണ്ടപ്പെട്ടവരായിട്ട് നന്മയിൽ നിറഞ്ഞ് ജീവിക്കുക എന്നുള്ള ദൗത്യമാണ് മക്കൾക്ക് പകർന്നു നൽകേണ്ടത്. മാതാപിതാക്കൾ പകർന്നു കൊടുക്കണം. ചെറുപ്പത്തിലെ തന്നെ അമ്മമാര് പകർന്നു കൊടുക്കണം. മക്കളെ സ്നേഹിക്കണമെന്നാൽ അവരുടെ തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കരുത്. പ്രത്യേകിച്ച് അമ്മമാർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കുട്ടി വഴിതെറ്റി പോവുകയാണെങ്കിൽ, അതിനെ പുന്നാരിച്ച് വഴിതെറ്റി പോവുകയാണെങ്കിൽ കുഴപ്പം
ഭർത്താവിന് ഇതിയാൻ ഇങ്ങനെയൊക്കെ കൊഞ്ചിച്ചു വളർത്തി തോന്നിയാസം വളർത്തി അങ്ങനെയാണ് എങ്ങനെയാണ്. അപ്പോൾ അമ്മമാരെ ജാഗ്രത പാലിക്കണം. കൊച്ചിലെ തെറ്റുകൾ സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ നന്മയിൽ വളർത്താനായിട്ട് കൊഞ്ചിച്ചു വളർത്തുകയല്ല, സ്നേഹം കൊടുക്കണം. കൊഞ്ചിക്കലും സ്നേഹമൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ അവര് ഓരോ വർഷം ചെല്ലുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ, സ്വന്തം കാര്യങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ നിർവഹിക്കാൻ പ്രാപ്തരാക്കപ്പെടണം. അതുപോലെ നേടേണ്ട വേറെ ഒന്നാണ് എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവും പക്വതയ്ക്കും വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അതാണ് നമുക്കറിയാം ഏതൊക്കെ ആഹാരം കഴിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കുന്നത്, ഏതൊക്കെ കഴിച്ചാൽ ആ കുഴപ്പമുണ്ടാകുന്നത്. അതുപോലെ ഇവര് പഠനം കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് നശീകരണ വാസനയുള്ള ഒത്തിരി സാഹചര്യങ്ങൾ സമൂഹത്തിലുണ്ട്. ധാർമ്മിക നിയമങ്ങളൊക്കെ വെല്ലുവിളിച്ച് ഒന്ന് മയക്കുമരുന്ന്. അത് അടുത്ത കാലത്തെ പ്രത്യേകത. നേരത്തെ ചെറിയ കഞ്ചാവ് ഉണ്ടായിരുന്നു. ചില അമ്മൂമ്മമാരൊക്കെ കറുപ്പ് കഴിക്കാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കറുപ്പ് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കറുപ്പ് കഴിക്കുന്ന വൃദ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നുണ്ട്. എന്തോ ഒരു വാർദ്ധക്യം കൊണ്ടായിരിക്കും. ഏതായാലും പക്ഷെ ഇപ്പോഴും മയക്കുമരുന്നുകൾ സുലഭമാണ്. അതിന് മൊത്തമായിട്ട് വിതരണമുണ്ട്, ചില്ലറയായിട്ടുണ്ട്. ഭരിക്കുന്ന ആളുകൾ വേണ്ട രീതിയിൽ എല്ലാ കാലത്തും അത് ചെയ്തിട്ടില്ല. ഇതിനെ നിർത്തലാക്കാനുള്ള കാര്യങ്ങൾ നിർത്തിയാലും പല വിധത്തില് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇതിന് കാരിയേഴ്സ് ആയിട്ടുണ്ട്. പെൺകുട്ടികളെ കാരിയേഴ്സ് ആക്കുന്നുണ്ട്, ആൺകുട്ടികളെ കാരിയേഴ്സ് ആക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതിന് അഡിക്റ്റ് ആകാതിരിക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെറുപ്പത്തിലെ തന്നെ പറഞ്ഞു കൊടുക്കണം. അവിടെ കൂട്ടുകെട്ടുകൾ നല്ലതായിരിക്കണം. ആരെങ്കിലും തരുന്നത് വാങ്ങിച്ച് കഴിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. ഞാൻ പറയാൻ കാരണം ഇടുക്കിയിലെ അടുത്ത നാല് നടന്ന ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പൊ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അവന്റെ അപ്പനെയും അമ്മയെയും കൊന്നു. ഇത് ഭീകരമായിട്ടാണ് കൊന്നത്. വെറുതെ കൊന്നെന്ന് മാത്രമല്ല, വയറൊക്കെ വെട്ടിപ്പൊളിച്ചു, ഉടലൊക്കെ പുറത്തേക്കൊന്നാണ്. അപ്പൊ അതവൻ സാധാരണ രീതിയിൽ ചെയ്യുകയില്ല. ഈ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചത്. ഇല്ലെങ്കിൽ അവനത് ചെയ്യുകയില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിന്നെ പല കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഒരു വണ്ടി ഓടിക്കുകയാണ്. ഈ മയക്കുമരുന്നുള്ളവനാ ഓടിക്കുന്നെങ്കിൽ സൈഡ് കൊടുത്തില്ലെങ്കിൽ ഇറങ്ങിയിട്ട് പിന്നെ വണ്ടി ഓടിക്കുന്ന മര്യാദക്കാരനെ തല്ലുന്നുണ്ട്. എങ്ങനെയാ പ്രതികരിക്കുക? തല്ലല് മാത്രമാണെന്ന് അറിയത്തില്ല. കാരണം അവരുടെ പ്രതികരണ ശേഷി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സമൂഹത്തില് ഇങ്ങനെ മയങ്ങി നടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉണ്ട്. അവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ വേണം പിള്ളേരെ വളർത്താൻ. പിന്നെ നിയന്ത്രണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടുത്തില്ല. അപ്പോൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാണ് സംഭവിച്ചത്. ഈശോ ഇന്നത്തെ സുവിശേഷത്തില് കടലിന് മീതെ നടന്ന യേശു. ഇപ്പൊ ഗലീലി കടലാണ്. അത്ര നമ്മൾ കാണുന്ന ഇവിടുത്തെ കടൽപ്പുറം പോലെ വലിയ കടലല്ല. ഒരു ശുദ്ധജല തടാകമാണ്. 30 കിലോമീറ്റർ നീളമുണ്ട്, 6 കിലോമീറ്റർ വീതിയുണ്ട്. പക്ഷെ അതിൽ നല്ല കാറ്റടിക്കാൻ, ശക്തമായിട്ട് കാറ്റടിക്കും. പണ്ട് കാലത്ത് തുഴയുന്ന വള്ളങ്ങളാണ് യേശുവിന്റെ കാലത്തുള്ള. ഇപ്പം മോട്ടറുള്ള ബോട്ടുകളുണ്ട്. ഒരു 10 വർഷം മുമ്പ്, 25 വർഷം മുമ്പ് അവിടെ പോയപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ബോട്ടിൽ കയറി മെഷീനുള്ള ബോട്ടാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പം ഈ കാറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഡ്രൈവർ പറഞ്ഞു എല്ലാവരും കസേരയിൽ ഇരുന്നോളാം. അപ്പം ആരോ ഒരാൾ മറിഞ്ഞു വീണു. കാറ്റ് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും കുഴപ്പമാണ്. അതിൽ കസേര ഇട്ടിട്ടുണ്ട്, അതിൽ സ്വസ്ഥമായിട്ട് ഇരുന്നോളാം. കാരണം ഇക്കാലഘട്ടത്തിലും ശ്രദ്ധയോടെ പോയില്ലെങ്കിൽ കൂടുതൽ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കടലിൽ ആപത്തുണ്ട്. അതുകൊണ്ടാണ് വലിയ ശക്തമായി കാറ്റുള്ളപ്പോഴത്തേക്ക് കടലിലും ഇങ്ങനെയുള്ള കായലിലൊന്നും യാത്ര ചെയ്യാതിരിക്കുന്നത് ഭംഗിയാണെന്ന് പറയാറുള്ളത്. എന്നാൽ യേശു നടന്നക്കരെ ചെല്ലുകയാണ്. അതുകൊണ്ടാണ് കടലിന് മീതെ നടന്നവനെന്ന് യേശുവിനെ പറ്റി പറയുന്നത്. കാറ്റ് വീശി അവിടെ നിന്ന്
കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിച്ചു. യേശു പറഞ്ഞൊരു വാചകമുണ്ട്, ഞാനാണ് ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഭയമുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? യേശു എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള പ്രത്യാശയിലാണ് ജീവിതത്തിന്റെ വിപരീത സാഹചര്യങ്ങളിൽ ഒക്കെ നമ്മൾ ജീവിതം കരുപിടിപ്പിക്കേണ്ടത് തന്നെയാണ്. കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ബൈബിളിൽ ഒത്തിരി ആവർത്തിച്ച് പറയുന്നതാണ്. ഇവിടെയും യേശു പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാനാണ്. കാരണം ഒരു ആൾ രൂപം പെട്ടെന്ന് ഇങ്ങനെ നടന്നൊക്കെ വരുന്നത് കണ്ടു കഴിയുമ്പോൾ പേടിച്ചു കാണും, അല്ല പൂർവ്വമാണെന്നൊക്കെ ചിന്തിച്ചു കാണും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനാണ്, ഭയപ്പെടേണ്ട. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 9 വചനങ്ങളിൽ പറയുന്നു, സ്വർഗീയ ജെറുസലേം. സ്വർഗീയ ജെറുസലേത്തെ പേരാണ് സ്വർഗീയ ജെറുസലേമാകുന്ന സഭ. ഈ സഭ സ്വർഗീയ ജെറുസലേം എന്ന് പറയാറുണ്ട്. കാരണം ലോകത്തിലെ ജീവിതത്തിന് ശേഷം രക്ഷിക്കപ്പെട്ടവര് സ്വർഗീയ സഭയിൽ അംഗങ്ങളാണ്. അവർ ദൈവത്തോടു കൂടി ആയിരിക്കുന്നവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, വിമോചിക്കപ്പെട്ടവരാണ്. അതേപറ്റി വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നതാണ്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. അപ്പൊ ഈ ലോകത്തിൽ മനുഷ്യരൊത്തിരി സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ രോഗങ്ങളും ഒക്കെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ആർക്കും പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നീണ്ടു നിൽക്കുന്ന ജീവിതത്തില് പ്രതികൂല സാഹചര്യം വെല്ലുവിളിയൊക്കെ നേരിട്ടുകൊണ്ട് രോഗവും കഷ്ടപ്പാടും ദുരന്തങ്ങളുമായിട്ടും മല്ലിട്ടുകൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് മനുഷ്യര്. അപ്പോൾ അവരുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് മരണത്തിന് ശേഷം ഉയർപ്പ്. നമ്മള് മാതാവിന്റെ സ്വർഗാരോപണ മഹത്വം ഇന്നലെ കൊണ്ടാടുകയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം നിത്യതയിലേക്ക്, സ്വർഗീയ തലത്തിലേക്ക് എത്തിച്ചേരുക, ദൈവത്തോടു കൂടി ആയിരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമോ ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. വരാനിരിക്കുന്ന ജീവിതത്തെ പറ്റിയുള്ള സൂചന കൂടിയാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വചനത്തിന് ചിന്തയിൽ നമ്മൾ സഭയിൽ അംഗങ്ങളാണ്. സഭയാകുന്ന സഭയിൽ പെട്ടകത്തോട് ഉപയോഗിക്കാം. സഭയാകുന്ന പെട്ടകത്തിലെ അംഗങ്ങളെന്ന നിലയിൽ നമ്മളെ ദൈവാരാധനയിലും സഭയുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുള്ളവരായിട്ട്, സഭയുടെ കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട്, കുടുംബങ്ങളിൽ ദൈവകൃപ നിറഞ്ഞവരായിട്ട്, മാതാപിതാക്കളും മക്കളും ഒക്കെ മറ്റുള്ളവരെ പരസ്പരം കുറ്റപ്പെടുത്താതെ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് സ്വന്തം തെറ്റുകളെ പറ്റി ആത്മശോധന ചെയ്ത് തിരുത്തി അങ്ങനെ നന്മയിൽ നിറഞ്ഞ ഒരു ഭവനമായിട്ട് മുന്നേറാനായിട്ട് കഴിയണം. ജീവിതം എന്ന് പറയുന്നത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുട്ടികളൊക്കെ ചെറുപ്പമായിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളത്. പിന്നെയുള്ള സാഹചര്യങ്ങൾ ഒരു ജോലി സ്ഥലത്തോ വിദേശ രാജ്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെയും ഒന്നിച്ച് കഴിയേണ്ടവർ ദമ്പതികളാണ്. ആ ദമ്പതികളിലെ സ്നേഹവും കൂട്ടായ്മയ്ക്ക് ആരംഭത്തിലെ പോലെ അവസാനം വരെയും നിലനിർത്തുന്നവനും പരസ്പരം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനും ദൈവം എനിക്ക് ജീവിത പങ്കാളിയായിട്ട് തന്ന ആ വ്യക്തിയാണ്. ആ വ്യക്തി മനുഷ്യ സ്ത്രീയാണ്, മനുഷ്യ പുരുഷനാണ്. അവരുടെ പ്രത്യേകതകളും കുറവുകളും എല്ലാം ഉണ്ടാകും. എന്നാലും ദൈവം എനിക്ക് തന്ന വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെയിൽ നന്മയിൽ നിലനിന്ന് പരസ്പരം ആദരിച്ച് കുറ്റപ്പെടുത്താതെ നന്മകളെ കണ്ടുകൊണ്ട് ജീവിതം പഠിച്ചു വരുത്താൻ